വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഫംഗ്ഷന് വേണ്ടി പോകാൻ വേണ്ടി ഞാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ആ ഫംഗ്ഷൻ എന്നറിയാവോ? ഇന്ന് നമ്മുടെ സ്വന്തം KSRTC ആറ്റിങ്ങൽ ഡിപ്പോയിലാണ് കേട്ടോ. അപ്പോൾ എന്താണ് ആ ഫംഗ്ഷൻ എന്നറിയണ്ടേ? ആ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ജൂൺ 5. അപ്പോൾ ജൂൺ 5 മുതൽ ഒരാഴ്ചത്തേക്ക് എല്ലാ ഡിപ്പുകളിലും ഈ ഒരു ആചരണം ഉണ്ടെന്നാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരാഴ്ച വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക പരിസ്ഥിതി ദിനാചരണം എന്നുള്ള രീതിയിൽ ഒരാഴ്ച വരെ ആ ഓരോ ദിവസവും ഓരോ പരിപാടികൾ എല്ലാ ഡിപ്പോയിലും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആറ്റിങ്ങൽ ഡിപ്പോയിൽ ഇന്നത്തെ ദിവസം ഇന്ന് ജൂൺ 8 ഇന്ന് എന്താണ് പരിപാടി എന്ന് നോക്കാം. അപ്പോൾ സാർ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ട്, ഇന്ന് വരണം, നമുക്കിന്ന് ചെടികൾ പൂന്തോട്ട നിർമ്മാണമാണ് ജൂൺ 8 എന്നുള്ള ദിവസം ആചരിക്കുന്നത്. അപ്പം ഈ ഒരാഴ്ച മൊത്തം പരിസ്ഥിതി ദിനാചരണമായിട്ടാണ് എല്ലാവരും ആചരിച്ചു വരുന്നത്. അപ്പം നമ്മുടെ സ്വന്തം ആറ്റിങ്ങൽ ഡിപ്പോയിലെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പൂന്തോട്ട നിർമ്മാണത്തിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ സ്റ്റാഫുകളെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, വരണം, നമുക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ചെടി നടണം. ഹോസ്പിറ്റൽ കേസായിട്ട് ഓഫ് എടുത്തതാണ്. എന്നിട്ട് ഞാനത് പതുക്കെ നൈസിൽ എൻ്റെ ബ്രദറിൻ്റെ വരയോട്ട് വെച്ചു കൊടുത്തിട്ട് ഞാൻ പോയി. അങ്ങനെ ഡിപ്പോ കയറിയിട്ട് ഫസ്റ്റ് ഒരു ഫംഗ്ഷന് വിളിച്ചേക്കുന്നില്ലേ, അങ്ങനെ ഞാൻ വെച്ച് പോവാന്ന് വെച്ചു. അങ്ങനെ പോയി ബാക്കി നമ്മുടെ വിശേഷങ്ങളെല്ലാം വഴി നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഞാൻ ഡിപ്പോയിൽ എത്തി കേട്ടോ. ഡിപ്പോയിൽ എത്തിയപ്പോൾ നമ്മുടെ പ്രകൃതി നമ്മൾ പ്രതികൂലിച്ചിരിക്കുകയാണ്, അനുകൂലിക്കുന്നില്ല, ഭയങ്കരമായ മഴ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പ്രകൃതി നമുക്കിപ്പം നിന്നു, മഴ തോന്നു, ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. അപ്പൊ ഞാൻ എന്താ നോക്കുമ്പോൾ ഇത് നേരത്തെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ചെടിയാണ്, പൂന്തോട്ടമാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആറ്റിങ്ങൽ ഡിപ്പോ. അപ്പൊ നോക്കുമ്പോൾ ഒരു സൈഡിൽ നേരത്തെ കൂട്ടി കുറച്ച് നട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ അല്ലാണ്ട് ഇപ്പൊ നട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് പോയതാണ് കേട്ടോ. ഞങ്ങൾ ഇന്നിപ്പം വേണ്ടി ചെടി നടാൻ പോകുന്നത് ഈ സ്പേസിലാണ് കേട്ടോ. ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനും സാറന്മാരും എല്ലാവരും പോയി മനസ്സോട് നിന്ന് ആ കുഴിയൊക്കെ എടുക്കുന്നുണ്ടോ. എല്ലാവരും ഉദ്യോഗസ്ഥരാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് ഓരോരുത്തരെ പദവികൾ നോക്കി മാറി നിൽക്കാണ്ട് എല്ലാവരും ഒരേപോലെ ഒത്തൊരുമയോട് നിന്നിട്ട് നമ്മുടെ ഡിപ്പോയ്ക്ക് മാതൃകയായി നിന്നിട്ട് നമുക്ക് ചെടി നടാൻ വേണ്ടി നമ്മുടെ പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ നമ്മുടെ ഏറ്റവും ഷായി സാറിന് ഫസ്റ്റ് ചെടി നട്ട് ഉദ്ഘാടിച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ചെടി നടുകയാണ് നമുക്ക്. അപ്പൊ ഞാനും ഒരു ചെടിയൊക്കെ നട്ടു കേട്ടോ. അപ്പൊ ഇങ്ങനൊരു അവസരം കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ CMDയുടെ നിർദ്ദേശപ്രകാരമാണ് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ യൂണിറ്റിൽ ജൂൺ 5 മുതൽ 12 വരെയാണ് ഹരിതവാരമായി ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂണിറ്റിലുള്ള എല്ലാ ജീവനക്കാരുടെയും സഹകരണത്തോടെ ജൂൺ 5-ാം തീയതി വൃക്ഷത്തൈകൾ നട്ടു. ജൂൺ 6-ാം തീയതി ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ജൂൺ 8-ന് അതായത് ഇന്ന് നല്ലൊരു പൂന്തോട്ടം നിർമ്മിക്കുകയും അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. ഇനി അടുത്ത് വരുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാത്തുകരിക്കുകയാണ്. ഇനി അടുത്ത ദിവസമായ ജൂൺ 9-ാം തീയതി ബസ്സുകളെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കുകയും ജൂൺ 10-ാം തീയതി അടുത്ത പരിസരത്തുള്ള കട ഉടമകൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും 11-ാം തീയതി ടോയ്ലറ്റുകൾ വൃത്തിയാക്കുകയും 12-ാം തീയതി യൂണിറ്റിനും പരിസരത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലാം ഒഴിവാക്കുക എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഒക്കെ ഇനി വരുന്നുണ്ട്. വരും വഴി നിങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാ വിവരങ്ങളും അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ഡിപ്പോ ഒരു നല്ല മാതൃക ഡിപ്പോ ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ എല്ലാ സ്ഥലത്തും പല സ്ഥലം, ഒരു സ്ഥലമൊന്നല്ല 2-3 സ്ഥലങ്ങളിലാക്കി ചെടികളൊക്കെ നട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ആ
പുതിയ വീഡിയോസിന് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയും നമ്മുടെ ആറ്റിങ്ങൽ വിശേഷങ്ങളായിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.